ഹലോ ഗൈസ്, വെൽക്കം ടു ആർക്കിഷൻ ടൈംസ്. അപ്പോൾ നമ്മുടെ കൽക്കി എന്ന മൂവി റിലീസായിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു പടത്തിൻ്റെ ഒരു റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. സോ മൂവി എങ്ങനെയുണ്ട്, കൊള്ളാമോ? സോ മൊത്തം നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്തേക്കാം, നിലവിലെടുക്കാം. അപ്പോൾ ഈ ഒരു മൂവി വന്ന ഒരു വലിയൊരു സിനിമാറ്റിക് യൂണിവേഴ്സായിട്ടാണ് അവർ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സോ ഈ പടം അവസാനിച്ച് തന്നെ ഒരു ക്ലിഫ് ആംഗിളാണ്. സോ ഇനി ഒരുപാട് മൂവീസ് ഇതുമായി ബന്ധപ്പെട്ട് വരാൻ പോവുകയാണ്. അപ്പം എനിക്ക് ഈ മൂവിയുടെ ഫസ്റ്റ് ഹാഫ് പേഴ്സണലായിട്ട് അത്ര ഇഷ്ടപ്പെടില്ല, ബട്ട് സെക്കൻഡ് ഹാഫ് തൊട്ട് പടം വേറെ ലെവലായി. സോ നിങ്ങൾക്കൊരു മിത്തോളജിയും ആൻഡ് സൈഫൈ ഒക്കെ ആ ഒരു ജേണൽസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടു നോക്കേണ്ട ഒരു പടം തന്നെയാണ് കൽക്കി. സോ സൂപ്പറായിട്ടുണ്ടായിരുന്ന പടം. സോ പടത്തിൻ്റെ പ്ലോട്ടിലോട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ നമ്മുടെ കലിയുഗമില്ലേ, സോ അതാണ് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. സോ കലിയുഗത്തിൽ മഹാവിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരം കൽക്കി വരും എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഈ പടത്തിൻ്റെ പ്രധാനപ്പെട്ട പ്ലോട്ടായിട്ട് വരുന്നത്. സോ ഒരു കലിയുഗം എങ്ങനെയാണ്, സോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു മൂവിയിൽ സൂപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ മഹാഭാരതവുമായിട്ട് ഒരു വലിയൊരു കണക്ഷനും മൂവിയിലുണ്ട്. ആൻഡ് അതുമാത്രമല്ല പടം ഒരു സൈഫൈ ജേണലിൽ പറഞ്ഞ ഒരു പടം കൂടിയാണ്. അപ്പം അതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും കണ്ടുനോക്കുക. പ്രത്യേകിച്ച് മെയിൻ പ്ലോട്ട് തന്നെ ആ ഒരു കലിയുഗവുമായി ബന്ധപ്പെട്ട ഒരു പ്ലോട്ടാണ്. അപ്പം പടത്തിൻ്റെ ഒരു പോസിറ്റീവായിട്ട് തന്നെ ഫസ്റ്റ് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പടത്തിലെ കാസ്റ്റിംഗ് ആണ്. സോ എനിക്ക് തോന്നുന്നു എല്ലാ കാസ്റ്റിങ്ങും പക്കാ കാസ്റ്റിംഗ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ അശ്വത്ഥമ എന്നൊരു ക്യാരക്ടർ. സോ ആ ഒരു ക്യാരക്ടറിനെ പറ്റി എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് മഹാഭാരതമൊക്കെ അറിയാനുള്ള ആൾക്കാർക്കൊക്കെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഈ പടത്തിൽ വേറെ ലെവലായിട്ടുണ്ട്. നമ്മുടെ അമിതാഭ് ബച്ചനൊക്കെ തകർത്തിട്ടുണ്ടെന്ന് പറയാം. ആൻഡ് അതേപോലെ പ്രഭാസിൻ്റെ കഥാപാത്രം ഭൈരവ. സോ എനിക്ക് ആ ക്യാരക്ടർ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ബട്ട് എന്നാൽ ആ ക്യാരക്ടർ കൊള്ളാം. പിന്നെ വന്ന് നമ്മുടെ ദീപിക പദുക്കോൻ്റെ ക്യാരക്ടറായാലും തുടങ്ങിയവരൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് കമലഹാസൻ്റെ കഥാപാത്രമായിട്ടുള്ള കലി എന്ന ക്യാരക്ടർ, അതായത് വില്ലൻ ക്യാരക്ടറാണ്. സോ ആ ഒരു ക്യാരക്ടർ സൂപ്പറായിട്ടുണ്ട്. സോ വലിയ സ്ക്രീൻ ടൈം ഒന്നും ഇല്ലെങ്കിൽ ആ ക്യാരക്ടർ വരണ സീനൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. ഒരു വലിയൊരു വില്ലനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഈ ഒരു വേൾഡിലെ ഒരു താനോസ് എന്ന് പറയാം. പുള്ളിയെ സൂപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻഡിങ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആൻഡ് മൂവിയുടെ ആ ഒരു VFXും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഹോളിവുഡ് ലെവലിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് തിയേറ്റർ എക്സ്പീരിയൻസ് സൂപ്പറാണ് കേട്ടോ. സോ നിങ്ങൾ ഈ പടം OTTക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യില്ല, ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണുക. കാരണം കിടിലൻ എക്സ്പീരിയൻസ് ആണ്. അത് 3Dയിലൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു മഹാഭാരതവുമായിട്ടുള്ള ഒരു കണക്ഷൻ അത് വന്ന് ഈ മൂവിയിൽ വേറെ ലെവലായിട്ടുണ്ടെന്ന് പറയാൻ പറ്റൂ. സോ അതായത് നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ഒരുപാട് സർപ്രൈസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് നടക്കും. ആൻഡ് നിറയെ സർപ്രൈസ് ആയിട്ടുള്ള ക്യാമിയോസും ഉണ്ട്. ബട്ട് ഏറ്റവും ഹൈലൈറ്റ് ആ ഒരു മഹാഭാരത റെഫറൻസ് തന്നെയാണ്. അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് തോന്നിയ ഒരു കാര്യം. ആൻഡ് പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് ഭയങ്കര സംഭവം ഉണ്ടായത്. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല എന്ന് പറയാൻ പറ്റും. ആൻഡ് അതേപോലെ തന്നെ മൂവിയിൽ ആ ഒരു വേൾഡ് ബിൽഡിങ്, സോ അതും സൂപ്പറായിട്ടുണ്ടെന്ന് പറയാം. അതായത് ആ ഒരു കലിയുഗം എങ്ങനെയാണ്, സോ ആ ഒരു സമയം നമ്മുടെ ഈ ഒരു വേൾഡൊക്കെ എങ്ങനെയായിരിക്കും, സോ എന്തൊക്കെ മാറ്റങ്ങൾ നടക്കും, എന്താ ആ ഒരു കാര്യങ്ങളൊക്കെ അവർ ഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനൊന്നും ഒരു കുറവുമില്ല. പിന്നെ ഒന്ന് പടത്തിലെ ആ ഒരു ആക്ഷൻ സീക്വൻസൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രഭാസിൻ്റെ ഭൈരവ എന്ന ക്യാരക്ടറും പിന്നെ നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ ഒരു അശ്വത്ഥമ എന്ന ക്യാരക്ടർ തമ്മിലൊരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. നമ്മൾ ആൾറെഡി ട്രെയിലർ ചെറുതായിട്ട് കണ്ടതാണ്. സോ അത് ഒരു രക്ഷയില്ല കേട്ടോ. അത് നിങ്ങൾ തിയേറ്റർ കാണുമ്പോൾ പിടിയിട്ടും കിടിലം ഫൈറ്റായിരുന്നു. ആൻഡ് ഇനി ഒന്ന് പടത്തിലെ നെഗറ്റീവ് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് ഹാഫാണ്. സോ ഫസ്റ്റ് ഹാഫ് ഒന്ന് കുറച്ച് ബോറിംഗ് ആയിരുന്നു. അതായത് നല്ല ലാഗ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ആൻഡ് അതുമാത്രമല്ല നമ്മുടെ പ്രഭാസ് എന്ന കഥാപാത്രത്തിൻ്റെ ആ ഒരു ഇൻട്രോ സീനൊക്കെ കുറച്ച് എന്താ പറയുക ക്രിഞ്ചായിട്ടുണ്ടായിരുന്നു പറയാം. ആൻഡ് ചില ക്രിഞ്ചായിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ ഫസ്റ്റ് ഹാഫിലുള്ള പോലെ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ആ ഒരു ദിശ പട്ടാനിയുടെ ആ ഒരു ക്യാരക്ടറൊക്കെ വരും. സോ ആ ഒരു ക്യാരക്ടറും പ്രഭാസിൻ്റെ ക്യാരക്ടറും തമ്മിലുള്ള ഒരു ചില റൊമാൻസ് സീനൊക്കെ ഉണ്ട്. അതൊക്കെ ആവശ്യമില്ല എന്നാണ് തോന്നിയത്. സോ അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് കുറച്ച് ബോറിംഗ് ആയിരുന്നു. ആൻഡ് അതുമാത്രമല്ല ഇവർ യൂസ് ചെയ്യുന്ന ചില വെപ്പൺസൊക്കെ ഇല്ലേ, സോ അതൊക്കെ എനിക്ക് എന്താ പറയുക അത്ര ഇഷ്ടപ്പെട്ടില്ല. അതായത് അത് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ ഞാൻ തോന്നിയത്. സോ അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു. വേറെ വലിയ നെഗറ്റീവ് ഒന്നുമില്ല. സോ പടം സൂപ്പറാണ്. സോ ഓൾറൗണ്ട് മൂവി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു കിടിലൻ പടമാണ്. നിങ്ങൾക്ക് സൈഫൈ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടുനോക്കേണ്ട ഒരു പടം തന്നെയാണ്. തിയേറ്റർ വാച്ച് മൂവിയാണ്. സോ അത് മറക്കരുത്, ഉറപ്പായിട്ട് തിയേറ്റർ കാണുക. സോ ഓൾറെഡി മൂവി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. Take you guys.